UDF-ലേക്ക് നേരെ ചെന്ന് കയറാനുള്ള തീരുമാനത്തിലാണ് PV അൻവർ MLA-യും അദ്ദേഹത്തിന്റെ പുതിയ പാർട്ടിയായ DMK-യും. അതിനുവേണ്ടിയാണ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA-യുടെ നേതൃത്വത്തിൽ UDF പിന്തുണയിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 3 ദിവസത്തെ വാഹന ജാഥ നടത്തുന്നത്. ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്ലിം ലീഗിലെ E.T. മുഹമ്മദ് ബഷീർ MP ആണ്. ലീഗിന്റെ പിന്തുണയോടെ UDF-ലേക്ക് കയറി പറ്റുക എന്നത് തന്നെയാണ് PV അൻവറിന്റെ ലക്ഷ്യം. എന്തായാലും DMK-യെ UDF-ലെ ഘടകകക്ഷിയാക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ മുസ്ലിം ലീഗുമായി തന്നെ DMK ലയിപ്പിച്ചിട്ട് അതുവഴി UDF-ന്റെ ഭാഗമാകുക എന്നതാണ് ഇപ്പോൾ PV അൻവറിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് മുന്നണിയോ UDF-ലെ പ്രബല കക്ഷികളോ നേരിട്ട് പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിലും പ്രചരണ പരിപാടികളിൽ UDF നേതാക്കളും ജനപ്രതിനിധികളും സജീവമായി പങ്കെടുക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നത്. ജാഥയുടെ വിജയത്തിന് കഴിഞ്ഞ ദിവസം വിളിച്ചേർത്ത യോഗത്തിലും UDF-ന്റെ വയനാട്ടിലെ ജില്ലാ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. LDF-ൽ നിന്നും അൻവറിന്റെ ജാഥയുടെ പ്രചരണത്തിനായി ആരും പങ്കെടുത്തില്ല എന്നത് ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും അതിരൂക്ഷമായി വിമർശിച്ചാണ് PV അൻവർ MLA LDF-ൽ നിന്നും പുറത്തുപോയത്. പിന്നീട് UDF-ലും എടുക്കാതായതോടെ സ്വന്തമായി DMK എന്ന പാർട്ടി രൂപീകരിച്ച് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുകയും പാലക്കാടും ചേലക്കരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി ഇത്തവണ ആദ്യമായി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പരീക്ഷ നടത്തുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന് PV അൻവർ MLA-യെ UDF-ലേക്ക് എടുക്കുന്നതിൽ അന്നു മുതലേ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ അൻവറിന് പരോക്ഷ സംരക്ഷണം നൽകിയതും ശ്രദ്ധേയമായി. ഇതിനിടയിലാണ് അൻവർ മുസ്ലിം ലീഗ് വഴി UDF-ലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും പയറ്റുന്നത്. അതിനുവേണ്ടി E.T. മുഹമ്മദ് ബഷീർ MP അടക്കമുള്ളവരുടെ പിന്തുണയും PV അൻവർ ഉറപ്പിച്ചിട്ടുണ്ട്. ചേലക്കരയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും അൻവറും തമ്മിൽ വാക്പോരുണ്ടായത്. ചേലക്കരയിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നും തന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം എന്നുമായിരുന്നു PV അൻവറിന്റെ ആവശ്യം. അതിന് പകരമായി പാലക്കാട് താൻ നിർത്താൻ പോകുന്ന DMK-യുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാമെന്നും PV അൻവർ ഉപാധി വച്ചിരുന്നു. പക്ഷേ അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനുവദിച്ചില്ല. എന്നിരുന്നാലും പാലക്കാട്ടെ DMK-യുടെ സ്ഥാനാർത്ഥിയെ PV അൻവർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിർത്തിയില്ല. പക്ഷേ ചേലക്കരയിൽ DMK-യുടെ സ്ഥാനാർത്ഥിയും ഇത്തവണ മത്സരിക്കാനുണ്ടായിരുന്നു. അത് UDF-നോടുള്ള കടുത്ത വെല്ലുവിളിയായാണ് ആദ്യമൊക്കെ കരുതിയിരുന്നത്. പക്ഷേ KPCC പ്രസിഡന്റ് K. സുധാകരൻ PV അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതോടെ കഥ മാറുകയായിരുന്നു. അതോടെയാണ് UDF-ലേക്കുള്ള പ്രവേശനത്തിന് PV അൻവറിനുള്ള വഴി എളുപ്പമായതും. എന്തായാലും 3 ദിവസത്തെ വയനാട് മണ്ഡലത്തിലെ തന്റെ വനസംരക്ഷണ യാത്ര തീരുമ്പോൾ PV അൻവറിന്റെ UDF-ലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് തന്നെയാണ് സൂചന.